ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളിയ കമ്മീഷൻ വോട്ട് കൊള്ള ആരോപണം ഭരണഘടനയ്ക്ക് അപമാനകരമാണെന്നാണ് ന്യായീകരണം ഉന്നയിച്ചത്. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ഉന്നയിച്ചില്ലെന്നും തോക്കുകാട്ടി കമ്മീഷനെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. രാജ്യത്തുണ്ടായ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങളിൽ വ്യക്തമായ വിശദീകരണം നൽകാതെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനം. പ്രതിപക്ഷം SIR-നെ പറ്റി പുകമറയും കള്ളത്തരവും പ്രചരിപ്പിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപിച്ചു. വോട്ടുകൊള്ളയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഭരണഘടനയ്ക്ക് അപമാനമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം. सारे मीडिया के समक्ष ये कहना कि अगर मतदाता सूची में आपका नाम एक बार और है तो आपने 2 बार मतदान किया होगा और कानूनी अपराध किया होगा और मेरे सारे मतदाताओं को अपराधी बनाना और चुनाव आयोग शांत रहे, संभव नहीं. हलफनामा देना होगा या देश से माफी मांगनी होगी. तीसरा विकल्प नहीं है. വ്യക്തമായ മറുപടിയോ വസ്തുതകളോ നിരത്താതെ വെളിപ്പെടുത്തൽ നടത്തിയ രാഷ്ട്രീയ പാർട്ടികൾക്കുമേൽ പഴിചാരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളിൽ നിന്ന് തെന്നിമാറി. आपके माध्यम से मैं ये भी कहना चाहता हूं, अगर 7 दिन में हलफनामा नहीं मिला तो इसका अर्थ ये सारे आरोप निराधार हैं और हमारे मतदाताओं को ये कहना कि वो फर्जी हैं, इसके ऊपर जो भी इस बात को बोल रहा है उसको माफी मांगनी चाहिए. തങ്ങൾ ഭരണഘടനാ ചുമതലയാണ് നിർവഹിക്കുന്നതെന്നും ഇന്ത്യൻ പൗരന്മാരല്ലാത്ത കുടിയേറ്റക്കാർക്കാർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കില്ലെന്നും കമ്മീഷണർ ഊന്നിപ്പറഞ്ഞു. അതേസമയം ബംഗാളിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ SIR പ്രക്രിയ നടപ്പിലാക്കുമെന്നും കമ്മീഷൻ ആവർത്തിച്ചു. ആരോപണങ്ങൾ ഉന്നയിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. കേരളത്തിലടക്കം ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കമ്മീഷൻ ന്യായീകരിച്ചു. വ്യാജ വോട്ടുകൾ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പരിശോധിക്കാമായിരുന്നെന്നും അത് കൃത്യമായി ചെയ്തില്ലെന്നും പറഞ്ഞ് കമ്മീഷൻ തടിതപ്പി. വെളിപ്പെടുത്തൽ നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തി. വോട്ടർമാരുടെ ചിത്രം അവരുടെ അനുമതിയില്ലാതെ പ്രചരിപ്പിച്ചത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് വിമർശിച്ചു. വോട്ടർ പട്ടികയിലെ തെറ്റായ വിവരങ്ങളെ നിസാരവൽക്കരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വീട്ടുനമ്പർ 0 അവർക്ക് വീടില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിലൊന്നും മറുപടി നൽകാതെ അവരെ കുറ്റപ്പെടുത്തി വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.